അത് ഏവിയേഷൻ സെക്ടറിൽ നിന്നുള്ള ഇൻഡിഗോയെ പറ്റിയാണ്. ഇൻഡിഗോയെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു സാധ്യത മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതൊരു ബുള്ളിഷ് സ്റ്റാൻസാണ് നൽകിയിരിക്കുന്നത്. 25% അപ്സൈഡിനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ഏതായാലും നോക്കാം. ആദ്യമായി ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. 7100 എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തേക്കൊരു പ്രൈസിൽ നിന്ന് ഏകദേശം 25% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നിലവിൽ ഈ ഒരു ഓഹരിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റി ഇതിൽ അല്ലെങ്കിൽ മോർഗൻ സ്റ്റാൻലി ഇതിൽ പ്രധാനമായും എടുത്തിരിക്കുന്ന കുറച്ച് വ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കമ്പനിയുടെ നിലവിലത്തെ സ്ട്രാറ്റജിക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് അവരുടെ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് കമ്പനിയെ മികച്ച രീതിയിൽ നയിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഇൻ്റർനാഷണലിലുള്ള അവരൊരു എക്സ്പാൻഷൻ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സസ്റ്റൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് ലീഡർഷിപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുകൂടി നമ്മളിപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് അത്തരത്തിലൊരു കമൻറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന ഒരു ഇന്ത്യയിലെ ഡിമാൻഡ്, ഒരു ട്രാഫിക് ഡിമാൻഡൊക്കെ കമ്പനിക്ക് പോസിറ്റീവ് ആകുമെന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലും ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ സ്റ്റേറ്റ് ലെവൽ ടൂറിസം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന ടൂറിസത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കമ്പനിക്ക് ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ ഏതായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ